ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയൊരു അടിപൊളി വർക്കാണ്. ഇതാണ് ജർദോസി. ഇത് റെഡ് കളറുള്ള ജർദോസിയാണ്. ഇത് ഗോൾഡൻ കളർ. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതൊരു സ്പ്രിംഗ് ടൈപ്പാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, പിടിച്ച് വലിച്ച ഒന്നിങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്പ്രിംഗ് ടൈപ്പ് മോഡലുള്ള ജർദോസിയാണ്. ഇത് പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനാവശ്യമായി വേണ്ടത് പല കളറിലുള്ള ജർദോസികൾ വേണം. പിന്നെ മെഷീൻ നൂലാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഏത് കളറാണോ നമ്മൾ ജർദോസി എടുക്കുന്നത് അതിന്റെ സെയിം കളർ ത്രെഡ് തന്നെ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. പിന്നെ നീഡിൽ എന്ന് വെച്ചാൽ ബീഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന നമ്പർ 12 ആ നീഡിലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ജർദോസി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ചിട്ടുള്ള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ സൂചി ഇങ്ങനെ എടുത്ത് ശേഷം ജർദോസി ഇങ്ങനെ കോർത്ത് ഫ്രണ്ടിലേക്ക് താഴ്ത്തുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ച് ആണ്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം താഴ്ത്താൻ. നമ്മൾ എങ്ങനെയാണോ സാധാരണ നോർമലി എംബ്രോയിഡറി ചെയ്യുന്നത്, എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട്, അതേപോലെ തന്നെ ഇവിടെ ജർദോസിക്കും സെയിം സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ എടുത്ത് അടുത്ത ജർദോസി കോർക്കുക. ഇങ്ങനെ ഇതൊരു അടിപൊളി സ്റ്റിച്ചാണ്. നമ്മുടെ ഉടുപ്പിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കാണിത്. ഇങ്ങനെ താഴ്ത്തുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ എടുത്ത് ജർദോസി കോർത്ത് എല്ലാം ഒരേ അളവില് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊരു സ്പ്രിംഗ് രൂപത്തിലായി ചെറിയൊരു ഹോൾ ആയതുകൊണ്ട് തന്നെ നീഡിൽ നമ്പർ 12 ആണ് ഇതിന് പറ്റിയ നീഡിൽ. അത് വെച്ച് വേണം നമ്മൾ ജർദോസിയുടെ വർക്കുകൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ താഴ്ത്തുക. അങ്ങനെ ചെയ്തു പോരുക. ഇങ്ങനെയാണ് ജർദോസിയുടെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ മക്കളുടെ ഉടുപ്പിലും ചുരിദാറിന്റെ യോക്ക് പാട്ടിലും ബ്ലൗസിലും ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
ഇതാണ് ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ്. ഒരു ഗണപതിയുടെ പിക്ചറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും മക്കളുടെ ഉടുപ്പിലും ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കാണിത്. ജർദോസി വെച്ചിട്ടുള്ള ഒരു സ്റ്റെം വർക്കാണിത്. ഇതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യണം. സ്പ്രിംഗ് രൂപത്തിലായതുകൊണ്ട് വലിയാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും കാണാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.